ഒമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരാൾ വിജ്ഞാനം നേടാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് എവിടേക്കും പോകാമായിരുന്നു അല്ലേ? പലരും ഇങ്ങനെ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ വരുമ്പോൾ ഇസ്പെറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ക്യാരം ബോർഡ് കളിക്കാൻ പോകുന്നുണ്ട്, വീട്ടിലില്ലാത്ത ഫിലിം ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ഫിലിം വാങ്ങാൻ വേണ്ടി പോകുന്ന റൂട്ട് കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തെല്ലാം വിനോദങ്ങൾ ഈ മദീനത്ത് ചെയ്യാനും പറയാനും പറ്റാതൊക്കെ ചെയ്യുന്നവരുണ്ട്. മലയാളികളിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്. അല്ലാഹു എല്ലാവരും ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. അപ്പോൾ റസൂല് പറയുന്നു, മൻ സലക തരീഖൻ, ഒരാളൊരു വഴി കണ്ടെത്തുകയാണെങ്കിൽ, എങ്ങനെയുള്ള വഴിയാണ്? യൽതമിസു ഫീഹി ഇൽമ, ആ വഴിയിലൂടെ അവർക്ക് അള്ളാഹിനെ പഠിക്കാൻ, റസൂലിനെ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ, മതം പഠിക്കാൻ, ഈ മദീന ഇറങ്ങിയതായ ദീൻ പഠിക്കാൻ അതിലൂടെ സാധിക്കും. അങ്ങനെയുള്ള വഴി കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം? സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള റൂട്ട് അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുന്ന ഭാഗമാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിലേക്കുള്ള സൂചനയാണ്. وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ فِيمَا بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. وَمَجْتَمَعَ قَوْمٌ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹിന്റെ വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സമൂഹം ഇരിക്കുകയും, യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് ഓതുകയും, വയതദാറസൂനഹു ഫീമാ ബൈനഹും, ആ കിതാബ് ഓതി അവർ ക്ലാസ് എടുക്കുകയും ചെയ്താൽ, യതദാറസു എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലാണ്, മുദാറസ ദിറാസ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലാണ്. വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവരുടെ ഇടയിൽ അത് ക്ലാസ് എടുക്കുകയും ചെയ്താൽ, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അവർക്ക് ശാന്തി ഇറങ്ങുന്നതാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ അനുഗ്രഹം അവരെ പൊതിയുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ വലയം ചെയ്യുന്നതാണ്. മാലാഖമാർ, ശുദ്ധാത്മാക്കൾ, തെറ്റ് തീണ്ടാത്തവർ, എന്താണ് തെറ്റെന്നറിയാത്തവർ, അവരെ വലയം ചെയ്യുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, നിർത്തിയോ ഇല്ല, റസൂൽ തുടർന്നു. വദക്കറഹുമുല്ലാഹ്, അങ്ങനെയുള്ളവരുടെ പേര് അല്ലാഹു അനൗൺസ് ചെയ്യുന്നതാണ്, സ്മരിക്കുന്നതാണ്. ഫീമൻ ഇൻദ, ഇവിടെ വെച്ചിട്ടല്ല, പിന്നെയോ അവൻ്റെ അടുക്കൽ, മാലാഖമാരുടെ അടുക്കൽ. അർശിനെ താഴെ നിൽക്കുന്നവർ, ആ ഒന്നാം ആകാശത്തിൽ, രണ്ടാം ആകാശത്തിൽ, മൂന്നാം ആകാശത്തിൽ, 4, 5, 6, 7 ആകാശങ്ങളിലുള്ള കോടാന കോടി മലക്കുകളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മതത്തെ പഠിക്കുന്ന, അള്ളാഹുവിൻ്റെ ഖുർആനിനെ പഠനം നടത്തുന്ന, ക്ലാസ് നടത്തുന്ന, സത്യം കണ്ടെത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തൗഹീദിനെ ആധാരമാക്കിയും കൊണ്ട് പഠനം നടത്തുന്ന വിഭാഗം ആരുണ്ടോ അവരുടെ പേരവിടെ അനൗൺസ് ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു നേട്ടം അല്ലേ, പറഞ്ഞറിയിക്കേണ്ടതില്ല. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദാ, റസൂൽ തുടർന്നു. ഒമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ഒമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമൽ പിന്തിയ, കേട്ടോളിൻ, ഇവിടെ പറഞ്ഞതൊക്കെ അമലാണ്. അമൽ ചെയ്യാതെ ഫലമില്ല കൂട്ടരേ, മേലെണ്ണം കൊതി കൊണ്ടൊന്നും ഫലമില്ല. ഏത് അത്യാഗ്രഹമോ ആഗ്രഹമോ സ്നേഹമോ പ്രേമമോ ഹുബ്ബോ മഹബ്ബത്തോ അതൊന്നും നമുക്ക് ഫലപ്പെടുന്നതല്ല അമലില്ലെങ്കിൽ. ഒമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമല് അവനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അവൻ്റെ തറവാട്ടിലൂടെ അവനക്ക് ധൃതി കൂട്ടി അവൻ എത്തേണ്ടവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ പറ്റൂല. തറവാട്ടിലൂടെയോ, തറവാട് പറഞ്ഞതുകൊണ്ടോ, ഞാൻ വലിയ ഉയർന്ന തറവാട്ടുകാരനാണ്, ഉയർന്ന സ്റ്റാൻഡേർഡിൻ്റെ ഉടമയാണ്, ജാഹുള്ള ആളാണ്, മാലുള്ള ആളാണ്, ഇതൊക്കെ പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല അമലില്ലെങ്കിൽ. അമലിലൂടെ പിന്തിയവന് എവിടെയും പിന്തേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു. ഈ ഹദീസിൻ്റെ സമാപനത്തിൽ സഹീഹ് മുസ്ലിം 2699 നമ്പർ ഹദീസാണ് നിങ്ങൾ കേട്ടത്.